കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. തുണി എടുക്കാൻ സമയമില്ലാത്ത ഒരുത്തി ഒരു യുവ നടിയെ തോൽപ്പിക്കാനായി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അവളുടെ മുറിയിൽ മിഥിൽ രാജ് വന്നു. വെളുപ്പിന് 4 മണിക്ക് ഞാനത് കണ്ടു. എന്താ ഉറക്കം വരുന്നു. പിന്നെ ഞാൻ അവൾക്ക് മദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അവളത് കുടിച്ചിട്ടുണ്ട്. സത്യമാണ് സാർ, സത്യം. എന്നെ വിശ്വസിക്കണം, എന്നെ വിശ്വസിക്കണം എന്നൊക്കെ വാചകം അടിക്കുന്ന കണ്ടപ്പോൾ ഭർത്താവ് ഉദ്യോഗസ്ഥന് നന്നായി അറിയാവുന്ന തൻ്റെ വ്യഭിചാര കഥകൾ കൂടി ഓർക്കുകയും പറയുകയും ചെയ്യാമായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓ മൈ ഗോഡ്, പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അവക്ക് മദ്യം. അപ്പൊ എവളും വെള്ളമടിക്കാറിയാണെന്ന് മനസ്സിലായി. മദ്യപിക്കോ? കൊള്ളാം, 2 ഗ്ലാസ് അച്ചാറും കൂടെ കൊള്ളും കൊള്ളും. മദ്യം ഇതുവരെ ഞങ്ങൾ നോക്കൊണ്ട് പോലും തൊട്ടിട്ടില്ല. ഞാൻ 4 മണിക്ക് അവളുടെ റൂമിൽ ചെന്നപ്പോൾ മിഥിൽ രാജ് അവളുടെ റൂമിൽ ഇരിക്കുന്നു. ഇവളെന്തിനാ 4 മണിക്ക് വേറെ ഡ്യൂട്ടിക്ക് പോയിട്ട് പോയതായിരിക്കും, മനസ്സിലായോ? എന്റെ ഗുരുവായൂര ഗുരുവായൂരപ്പ. അല്ലെങ്കിൽ ഇവക്ക് പോലീസിന്റെ ചുമതലയുണ്ടോ വല്ലവളുടെയൊക്കെ റൂമിൽ 4 മണിക്ക് റെയ്ഡ് നടത്താൻ? തനിക്കതിനുള്ള എന്ത് യോഗ്യതയുണ്ട് എന്നുകൂടി ഈ പറയുന്ന നപുംസകം ചിന്തിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. തൂറി തോപ്പിക്കുക എന്ന് പറയും പോലെ നാറ്റി തോപ്പിക്കാനാണ് ഈ കക്ഷി ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഇതും ഇതിന്റെ അപ്പുറവും ചിലപ്പോൾ ഇനി പറയാം നാളെ. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. അങ്ങനെ പറയാം. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.